ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റുകളാണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 200 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്കൊന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ 10K സബ്സ്ക്രൈബേഴ്സ് ആകാൻ ഒരു 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറവുണ്ട്, അതൊരു വലിയ കുറവ് തന്നെയാണ്. സോ എല്ലാവരും അതിലേക്ക് എത്താൻ സഹായിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ തുടങ്ങുന്നത് നമ്മുടെ കരോലീസിലൂടെയാണ്. അതായത് അദ്ദേഹം വന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഇത് 2 വമ്പൻ സ്ട്രൈക്കർമാരെ കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിട്ടിരുന്നു, പക്ഷേ 2 പേരെ സൈൻ ചെയ്യാൻ സാധിച്ചില്ല. അതിന് കാരണം മണിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നല്ലൊരു ഓഫർ കേരള ബ്ലാസ്റ്റേഴ്സ് നേടി ചെയ്തിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സൗത്ത് അമേരിക്കൻ സ്ട്രൈക്കറിന് വലിയൊരു ഓഫർ തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കൊടുത്ത്, പക്ഷേ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തില്ല. ഇതുവരെ ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഫൈനലി ആരെയാണ് കരോലീസ് സൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണമെന്നാണ് നമ്മുടെ മാർക്കസ് മെർക്കലോ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സമയത്താണ് ഒരു എക്സാനിൽ നിന്നൊരു കാര്യം പുറത്തു വരുന്നത്. ഫക്കുണ്ടോ ബാഴ്സലോ എന്ന് പറയുന്ന താരത്തിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നു, വലിയൊരു ഓഫറൊക്കെ നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹം സൈൻ ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇടയ്ക്ക് വെച്ചത് മുടങ്ങിയെന്നൊക്കെ പറഞ്ഞു കേട്ടുകൊണ്ട് ഒരു എക്സാനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. സോ ഇപ്പോൾ ഇനി എന്താണ് അവസ്ഥ എന്ന് അദ്ദേഹം അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം ഫക്കുണ്ടോ ബാഴ്സലോ എന്ന് പറയുന്ന താരം ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം. എന്തായാലും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഞാൻ നോക്കിയപ്പോൾ ഡിസംബർ 24 വരെ ഉള്ളൂ. അതായത് ഈ ഒരു വർഷം ഡിസംബർ 24 വരെയുള്ള ആ ഒരു ക്ലബ്ബുമായിട്ടുള്ള കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സിരിയ ബിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 4.8 കോടി മാർക്കറ്റ് വാല്യൂ, 31 വയസ്സാണ് താരത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത്. സോ ഒരു എന്താ പറയുക, ഡിസംബറിൽ കോൺട്രാക്റ്റ് തീരുന്നതുകൊണ്ട് അറ്റ് ദ എൻഡ് പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സൈൻ ചെയ്തെടുക്കാം. പിന്നെ ഉറുഗ്വേൻ താരമാണ്, ലുണയോടുകൂടെ ആ ഒരു കോൺടാക്റ്റ് കുറച്ചുകൂടെ മികച്ചതാകും. സോ അങ്ങനെയൊക്കെ ലക്ഷ്യമിട്ടായിരിക്കാം ഈ ഒരു സൈനിങ്ങിന് കരോലീസ് ശ്രമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒരു മുടങ്ങിയ അവസ്ഥയിലാണ്. ബട്ട് സ്റ്റിൽ കരോലീസ് നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ബട്ട് ഇനി 25-30 ദിവസമൊക്കെ ബാക്കിയുള്ളൂ ISL തുടങ്ങാൻ. സോ ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് വളരെയധികം മോശമാണ്. നമ്മുടെ ഒരു മെയിൻ പ്ലെയർ ആണ് ഇതുവരെ സൈൻ ചെയ്യാതിരിക്കുന്നത്. സോ വലിയൊരു പ്രൊട്ടസ്റ്റ് തന്നെ നടത്തണം. അതായത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കളി കാണാൻ സ്റ്റേഡിയത്തിലേക്ക് പോകരുത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കാതെ കളി കാണാൻ സ്റ്റേഡിയത്തിലേക്ക് പോകത്തില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് നമ്മളെടുക്കാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്താ പറയുക, നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരും, കറക്റ്റിന് എല്ലാവരും നടത്തും. ബട്ട് ഇത് നമ്മൾ എല്ലാ സീസണും തോക്കുന്നു, പിന്നെയും പോയി സ്റ്റേഡിയത്തിൽ പോയിരുന്ന് കളി കാണുന്നു. അതാണ് ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത്. എല്ലാവരും ഒരുമിച്ച്, അത് ഒരാളല്ല സ്റ്റേഡിയത്തിൽ പോയി കളി കാണത്തില്ല എന്നൊരു തീരുമാനം എടുക്കേണ്ടത്. എല്ലാവരും കൂടി ഒരുമിച്ചെടുക്കാം. ഞങ്ങളീ കളി കാണില്ല, ഒരു കപ്പ് നേടിയാൽ മാത്രം ഞങ്ങളിനിയും എന്താ പറയുക സ്റ്റേഡിയത്തിൽ നിന്ന് കളി കാണത്തുള്ളൂ എന്ന് പറയണം. സോ അതിന് നമുക്ക് കഴിയുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം.